ഒമാനിലെ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗ് നിരോധനത്തിന്റെ 4ാം ഘട്ടം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. കാർഷിക വസ്തുക്കൾ വിൽപ്പന കേന്ദ്രങ്ങൾ, നഴ്സറികൾ, നിർമ്മാണ സാമഗ്രികൾ എന്നിവ വിൽക്കുന്ന കടകളിലും പ്ലാസ്റ്റിക് ബാഗുകൾ ഉപയോഗിക്കരുത്. നിയമം ലംഘിക്കുന്നവർക്ക് പിഴ ചുമത്തും. 2027ഓടെ ഒമാനിൽ എല്ലാത്തരം പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളും നിരോധിക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. കാർഷിക വസ്തുക്കൾ, ജലസേചന സംവിധാനങ്ങൾ, മില്ലുകൾ, നഴ്സറികൾ, തേൻ, വളർത്തുമൃഗങ്ങളുടെ ഭക്ഷണങ്ങൾ തുടങ്ങിയവ വിൽക്കുന്ന ഷോപ്പുകളിൽ ജനുവരി 1 മുതൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകൾ ഉപയോഗിക്കരുത്. ഒമാനിൽ പ്ലാസ്റ്റിക് ഷോപ്പിംഗ് ബാഗുകളുടെ ഉപയോഗം ഘട്ടം ഘട്ടമായി നിരോധിക്കുന്നതിൻ്റെ ഭാഗമാണ് നീക്കം. ഒമാൻ വിഷൻ 2040 സുസ്ഥിരതാ ലക്ഷ്യങ്ങളുമായി യോജിപ്പിച്ച് പ്ലാസ്റ്റിക് മലിനീകരണം കുറയ്ക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി 2027ഓടെ പ്ലാസ്റ്റിക് ബാഗുകളുടെ ഉപയോഗം പൂർണ്ണമായി നിരോധിക്കും. 50 മൈക്രോമീറ്ററിൽ താഴെ ഭാരമുള്ള ഒരു തവണ ഉപയോഗിക്കാൻ സാധിക്കുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ, സഞ്ചികൾ എന്നിവ വ്യക്തികളും സ്ഥാപനങ്ങളും കമ്പനികളും ഉപയോഗിക്കാൻ പാടില്ല. നിയമലംഘകർക്ക് 50 റിയാൽ മുതൽ 1000 റിയാൽ വരെ പിഴ ചുമത്തും. ആവർത്തിച്ചുള്ള കുറ്റകൃത്യങ്ങൾക്ക് ഇത് ഇരട്ടിയാക്കും. ആദ്യഘട്ട നിരോധനം ആരോഗ്യ സ്ഥാപനങ്ങളിൽ 2024 ജൂലൈ 1 മുതലാണ് പ്രാബല്യത്തിൽ വന്നത്. ഉപഭോക്താക്കളെ പുതിയ മാറ്റത്തിലേക്ക് എത്തിക്കാനായി പരിസ്ഥിതി അതോറിറ്റി ക്യാമ്പയിനും ആരംഭിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി പരിസ്ഥിതി സൗഹൃദ ബാഗുകൾ വിതരണവും ചെയ്തിരുന്നു. മീഡിയ 1, മസ്കത്ത്.